വണ്ടി സ്വിഫ്റ്റ് ഡിസയർ AMG ആണ്. കസ്റ്റമർ കംപ്ലയിൻറ്റ് AC കൂളിംഗ് വർക്ക് ചെയ്യുന്നില്ല, RPM വേരിയേഷനാണ് വന്നത്. ഇപ്പോൾ 1500 RPM അടുത്താണ് വണ്ടി നിൽക്കുന്നത്. AC ഓണാണ്, പക്ഷേ AC കൂളിംഗ് ഉണ്ടല്ല, കാരണം ഓട്ടോ AC ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. AC ഓണാണ്. AMG വണ്ടിയാണ്. ഇപ്പോൾ കോഡ് നോക്കിയപ്പം കാണിക്കുന്ന കോഡ് ഇതാണ്. എൻജിൻ കൂളിംഗ് ടെമ്പറേച്ചർ സർക്യൂട്ടാണ് കാണിക്കുന്നത്. RPM വേരിയേഷനാണ്. ഇത് കോഡ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല, കംപ്ലയിൻറ്റ് കണ്ടെത്തിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി എൻജിൻ്റെ ഇതൊന്ന് കാണിച്ചു തരാം, മനസ്സിലാവും. ഇതിപ്പോൾ നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കാതെ കേട്ടോ 1500 RPM ഇരിക്കുന്നത്. ആക്സിഡൻറ്റും ചെയ്തിട്ടില്ല. ഇത് ഇതുപോലെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. 1500 RPM അടുത്തായിരിക്കും നിൽക്കുന്നത്. നമ്മൾ കൂളൻ ടെമ്പറേച്ചർ സെൻസർ കംപ്ലയിൻ്റ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി വെളിയിലൊരു സെൻസർ വെളിയിൽ കുത്തി നോക്കിയതാണ്. പക്ഷേ കോഡ് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ എൻ്റെ ലൈൻ ഇനി ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ലൈൻ ചെക്ക് ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. നമ്മളതിൻ്റെ സോക്കറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. പിന്നെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളൊരു വയറിങ് ചെക്ക് ചെയ്തപ്പം ഈ ഗ്രീൻ ലൈനിലേക്ക് സപ്ലൈ ഇല്ലാത്തതാണ് അതിൻ്റെ പ്രശ്നം. നമ്മൾ ഓരോ ലൈൻ ചെക്ക് ചെയ്ത് വന്നപ്പോൾ എൻജിൻ ഹാർനസ് ബോഡിയായിട്ട് ഷോർട്ടായിക്കുവാണ്. ഷോർട്ടായിട്ടുണ്ട്. ഈ ഒരു വയർ പൊട്ടിപ്പോയിക്കുവാണ് കേട്ടോ. ഇത് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാഞ്ഞിട്ട് പറ്റിയേക്കുന്ന കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അത് CKP സെൻസറിൻ്റെ വാണിങ്ങും ചില സമയത്ത് വരുന്ന കസ്റ്റമർ പറയുന്നുണ്ട്. അപ്പോൾ CKPയുടെ ലൈനും ഇതിനുള്ളിൽ ഷോർട്ടായിക്കുവാണ് കേട്ടോ. ഇത്രയും വയർ ഷോർട്ടായിരിക്കും ഇതിനകത്ത്. CKP സെൻസറിൻ്റെ അടക്കം വയർ ഷോർട്ടായിരിക്കുകയാണ്. അതാണ് RPM കയറി നിൽക്കുന്നതും AC വർക്കാവത്തും. ഇത് ക്ലിയർ ചെയ്താൽ വണ്ടി റെഡിയാകും. നമ്മൾ ഇത് ക്ലിയർ ചെയ്തിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരും. നമ്മളിത് വയറിംഗ് എല്ലാം ക്ലിയർ ചെയ്തേക്കുവാണ്. ക്ലിയർ ചെയ്തിട്ടുള്ള ഭാഗമാണ്. വയറിങ്ങിട്ട് മാറിയിട്ടില്ല, എല്ലാം ഇൻസുലേറ്റ് ചെയ്തതേ ഉള്ളൂ. കൂളൻ ടെമ്പറേച്ചർ ഇപ്പോൾ ഹിസ്റ്ററിയിലേക്ക് മാറിയിരിക്കും. നമുക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. നമുക്ക് ക്ലിയർ ചെയ്ത് നോക്കാം. കോഡ് ഫുള്ള് ക്ലിയറായി. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, RPM ക്ലിയർ ആയിട്ടുണ്ടേ. ആ വയർ ബോഡിയായിട്ട് ഷോർട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ആ വയറിങ് ഹാർനസ് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് പറ്റി കേട്ടോ ഈ കംപ്ലയിൻറ്റ്. അതിൻ്റെ നോക്കി സൗണ്ടൊക്കെ പോയി. വയറിങ് ഹാർനസൊക്കെ കറക്റ്റായിട്ടുണ്ടേ.